നമസ്കാരം. കേരളത്തിന്റെ മതേതര മനസാക്ഷിയെ വിറങ്ങലിപ്പിക്കുന്ന വാർത്തയാണ് കോഴിക്കോട് കക്കാടം പൊയിലിൽ നിന്നും പുറത്തു വരുന്നത്. തൃശൂർ സ്വദേശിനിയായ പെൺകുട്ടിയെ ഷാഹുൽ ഹമീദ് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് വിവാഹം കഴിക്കുകയും പെൺകുട്ടിയുടെയും വീട്ടുകാരുടെയും പൂർണ്ണമായ വിശ്വാസം നേടിയെടുക്കുകയും ചെയ്തു. പക്ഷേ ഷാഹുൽ ഹമീദിന്റെ ലക്ഷ്യം ആ പെൺകുട്ടിയെ മതം മാറ്റി പൊന്നാനിയിലെ കേന്ദ്രത്തിലെത്തിക്കുക എന്നതായിരുന്നു. ഒരു യഥാർത്ഥ മതവിശ്വാസിയായ പെൺകുട്ടി തന്റെ പങ്കാളി തന്റെ വിശ്വാസത്തെ ബഹുമാനിക്കുന്നു എന്ന് കരുതി അവനെ വിശ്വസിച്ചു. എന്നാൽ ഒരു കുഞ്ഞുണ്ടായതോടെയാണ് ഈ ജിഹാദിയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു ചാടുന്നത്. കുഞ്ഞിനെ പോലും മതം മാറ്റാനുള്ള ഉപാധിയായി കണ്ട ഇയാൾ പെൺകുട്ടിയെ പൊന്നാനിയിലേക്ക് കടത്താൻ ശ്രമിച്ചത് കേരളത്തിൽ ഇന്നും ലവ് ജിഹാദ് സജീവമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ കേസിൽ ഏറ്റവും വലിയ ക്രൂരത കാണിക്കുന്നത് പോലീസാണ്. തന്നെ നിർബന്ധപൂർവ്വം മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് യുവതി അക്കമിട്ട് പരാതി നൽകിയിട്ടും അത് FIR-ൽ ഉൾപ്പെടുത്താതെ കേസ് ലഘൂകരിക്കാനാണ് തിരുവമ്പാടി പോലീസ് ശ്രമിച്ചത്. ഇതിന് പിന്നിൽ ആരുടെ താല്പര്യമാണ്? പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ആരെയാണ് പേടിക്കുന്നത്? വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഒരു പെൺകുട്ടിയുടെ കണ്ണീരിനും പരാതിക്കും പുല്ലുവില കൽപ്പിക്കുന്ന CPM നയം കേരളത്തെ നശിപ്പിക്കുകയാണ്. ജിഹാദികൾക്ക് അഴിഞ്ഞാടാൻ മണ്ണൊരുക്കുന്ന ഈ സർക്കാർ ഹിന്ദു ക്രൈസ്തവ സമൂഹത്തോട് കാണിക്കുന്നത് കടുത്ത വഞ്ചനയാണ്. ഷാഹുൽ ഹമീദ് പെൺകുട്ടിയെ ഉപേക്ഷിച്ച ശേഷം അടുത്തതായി ലക്ഷ്യം വെച്ചത് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്. ഇത് വ്യക്തമാക്കുന്നത് ഇതൊരു ചങ്ങല പോലെ നീളുന്ന ആസൂത്രിതമായ വേട്ടയാണ് എന്നാണ്. ഓരോ പെൺകുട്ടിയെയും പ്രണയക്കുരുക്കിൽ വീഴ്ത്തി മതം മാറ്റുക, ലക്ഷ്യം കാണാതെ വരുമ്പോൾ അവരെയും പിഞ്ചു കുഞ്ഞിനെയും തെരുവിലേക്ക് വലിച്ചെറിയുക, ഇതാണ് ഷാഹുലിനെ പോലെയുള്ളവരുടെ ശൈലി. കേരളത്തിലെ ഓരോ അമ്മമാരും സഹോദരിമാരും ഭയത്തോടെ അല്ലാതെ ഇന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ പിണറായി സർക്കാർ എത്തിച്ചിരിക്കുന്നു. ലവ് ജിഹാദ് എന്നത് ഒരു സംഗതിയല്ല എന്ന് പറയുന്നവർ ഷാഹുൽ ഹമീദ് എന്ന ഈ ജിഹാദിയെയും അവന്റെ പിന്നിലുള്ള കുടുംബത്തെയും കാണണം. മതം മാറാൻ തയ്യാറല്ലാത്ത പെൺകുട്ടിയെയും മുലപ്പാൽ കുടിക്കുന്ന പിഞ്ചു കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ മടിക്കാത്ത ഇവരുടെ മതാന്ധതയ്ക്ക് ഭരണകൂടം കൂട്ടുനിൽക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയും ഹൈന്ദവ സംഘടനയും വർഷങ്ങളായി പറയുന്ന മുന്നറിയിപ്പുകൾ എത്രത്തോളം ശരിയാണെന്നത് ഈ ഓരോ സംഭവവും തെളിയിക്കുകയാണ്. ഈ ലവ് ജിഹാദ് ക്രൂരതയുടെ പര്യവസാനം വെറുമൊരു പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിലോ FIR-ലോ ഒതുങ്ങേണ്ടതല്ല. ഷാഹുൽ ഹമീദിനെ പോലെയുള്ള ജിഹാദി വിഷസർപ്പങ്ങൾ നമ്മുടെ പെൺകുട്ടികളുടെ ജീവിതം വെച്ച് പന്താടുമ്പോൾ അതിന് മൗനാനുവാദം നൽകുന്ന പിണറായി സർക്കാരും ഇടതുപക്ഷവും ഇതിന് വലിയ വില നൽകേണ്ടി വരും. വോട്ട് ബാങ്കിന് വേണ്ടി ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികളെ ചതിക്കുഴിയിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഈ നയം ഇനിയും തുടരാൻ അനുവദിക്കരുത്. ഇനിയൊരു പെൺകുട്ടിക്കും ഈ ഗതി വരാതിരിക്കാൻ നമ്മുടെ വീടുകളിൽ ജാഗ്രതയുടെ കനലെരിയണം. മതേതരത്വത്തിന്റെ മുഖംമൂടി അണിഞ്ഞെത്തുന്ന ചതിക്കുഴികളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നീതി നടപ്പിലാക്കാൻ ഈ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ജനകീയ കോടതിയിൽ ഇതിന് മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ നീതി നടപ്പിലാക്കാത്ത സർക്കാരിനെതിരെ ജനരോഷം ആഞ്ഞടിക്കണം. ഷാഹുൽ ഹമീദ് ജയിലിൽ കിടന്നതുകൊണ്ട് മാത്രം നീതിയാവില്ല. ഇയാൾക്ക് പിന്നിൽ പ്രവർത്തിച്ച മതപരിവർത്തന സംഘങ്ങളെയും അവർക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകുന്ന ഇടത് നേതാക്കളെയും തുറന്നു കാട്ടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.